ജുസേപ്പെ കുപ്പർത്തീനോ എന്നായിരുന്നു ഈ വിശുദ്ധന്റെ പേര്. 1603 ജൂൺ 17 അദ്ദേഹത്തിന്റെ ജനനം. ഈ വിശുദ്ധന്റെ അമ്മ അതിശക്തയായ വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയായിരുന്നു. പിതാവ് അസുഖബാധിതനായിരുന്നാൽ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ആ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. വിശുദ്ധന്റെ ബാല്യകാലം പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹപാഠികളും അധ്യാപകരും അദ്ദേഹത്തെ മന്ദബുദ്ധിയെന്നും പൊട്ടനെന്നും വിവരമില്ലാത്തവനെന്നും വിളിച്ചിരുന്നു. എങ്കിലും ഈ വിശുദ്ധന് അതൊന്നും അത്ര കാര്യമായി എടുത്തിരുന്നില്ല. വിശുദ്ധന് ആടുകളെ മേയ്ക്കുന്നതായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോലി. കിളികളോട് സംസാരിക്കുന്നതും അവയെ പരിപാലിക്കുന്നതെല്ലാം ഈ വിശുദ്ധന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ഒരു ദിവസം വൈദികനായ അമ്മയുടെ ഈ സഹോദരൻ വിശുദ്ധൻ്റെ ഭവനത്തിൽ വരികയും വിശുദ്ധൻ്റെ അമ്മ വളരെയധികം സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. വിശുദ്ധൻ്റെ അമ്മ മകൻ്റെ നന്മകളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും സ്വന്തം സഹോദരനായ ഈ വൈദികനോടും കൂടെ വന്ന സെമിനാരിയുടെ ചുമതലയുള്ള വൈദികനോടും വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ വിശുദ്ധൻ്റെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അവർക്ക് എല്ലാം മനസ്സിലായി. ഈ അമ്മ പറയുന്നത് എല്ലാം അമ്മയുടെ ആകുലതകളും സങ്കടങ്ങളുമാണെന്ന് ഈ വന്ന വൈദികർക്ക് മനസ്സിലായി. വളരെ അധികം കഴിവുകളുള്ള തൻ്റെ മകനാണെന്ന് പറഞ്ഞപ്പോഴും ആ മകൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഈ കൂടെ വന്ന വൈദികന് എല്ലാം പിടികിട്ടി. ഈ അമ്മയുടെ സങ്കടങ്ങളും കണ്ണീരും കണ്ട ഈ വൈദികരുടെ മനസ്സലിഞ്ഞു. അവർ ഈ വിശുദ്ധനെ, അതായത് ഈ ജുസെപ്പെ കുപ്പർത്തീനോ എന്ന മണ്ടനായ ഈ വിദ്യാർത്ഥിയെ സെമിനാരിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഒരു വൈദിക പഠനത്തിനു വേണ്ടിയിട്ടല്ല, അവിടെ ഒരു പണിക്കാരനായിട്ട് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു. പക്ഷേ വിശുദ്ധൻ വളരെയധികം സങ്കടപ്പെട്ടു പറഞ്ഞു, എനിക്ക് അതിനുള്ള കഴിവില്ല. ഞാൻ സെമിനാരിയിൽ വന്നാൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ നല്ലൊരു പണിക്കാരനല്ല. എന്തു ചെയ്താലും ഞാൻ അബദ്ധങ്ങളെ ചെയ്യുള്ളൂ എന്ന് ആ വിശുദ്ധൻ കരഞ്ഞുകൊണ്ട് ഇവരോട് പറഞ്ഞു. ബാല്യനായ ഈ വിശുദ്ധൻ കൗമാരത്തിലേക്ക് കടക്കുന്ന 15 വയസ്സിലായിരുന്നു വിശുദ്ധൻ്റെ സെമിനാരിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ചുവടുവയ്പ്. വിശുദ്ധൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊരു നല്ലൊരു മരപ്പണിക്കാരനല്ല, ഞാൻ നല്ലൊരു മേശനല്ല, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല എന്ന് വിശുദ്ധൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ഈ അച്ഛൻ വിശുദ്ധൻ്റെ അമ്മയോട് പറഞ്ഞു, അവൻ്റെ പരിമിതികൾ മറ്റെല്ലാവരേക്കാളും കൂടുതലായി അവന് തന്നെ അറിയാം. അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങൾ അവനെ കൊണ്ടുപോകുന്നില്ല. വിശുദ്ധൻ്റെ അമ്മ അതീവ ദുഃഖിയായി. വളരെ ദുഃഖിതയായ ആ വിശുദ്ധൻ്റെ അമ്മ മറിഞ്ഞു വീഴുകയായിരുന്നു. ബോധം കെട്ട് നിലത്ത് വീണു. വിശുദ്ധൻ വളരെയധികം ഭയന്നു. ഈ കൗമാരക്കാരൻ ഒരുപാട് സംഘർഷങ്ങൾ അവനിൽ അടിഞ്ഞുകൂടി. അവൻ പറഞ്ഞു, അമ്മയെ എഴുന്നേൽക്കൂ, അമ്മയെ കണ്ണു തുറക്കൂ, ഞാൻ സെമിനാരിയിലേക്ക് പോകാം. തൽക്ഷണം അമ്മ കണ്ണു തുറന്നു. അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി വിശുദ്ധൻ്റെ ആ സംസാരം കേട്ടപ്പോൾ. അങ്ങനെ വിശുദ്ധൻ മനസ്സോടെ ആ സെമിനാരിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. വിശുദ്ധൻ വളരെയധികം താല്പര്യത്തോടുകൂടി സെമിനാരിയിലെ ജോലികളെല്ലാം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വളരെ വേഗത്തിലും ചുറുചുറുക്കിലും ഓടി നടന്ന് ഈ ജോലികൾ ചെയ്തപ്പോൾ ഈ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന പലർക്കും അദ്ദേഹത്തോട് മുഷിപ്പ് തോന്നുകയും ചെയ്തു. അദ്ദേഹം പ്രത്യേകിച്ച് ഒരു കൃത്യനിഷ്ഠയില്ലാത്ത ഒരു പണിക്കാരനായിരുന്നു. അദ്ദേഹം വളരെ വേഗത്തിൽ ക്ലീനിങ് ജോലിയാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. എല്ലാം വളരെയധികം വേഗത്തിൽ വളരെയധികം സ്പീഡിൽ അദ്ദേഹം എല്ലാ ജോലികളും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇത് ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സെമിനാരിയിലെ ഒരു വ്യക്തിയെ വളരെയധികം അസ്വസ്ഥനാക്കി. കാരണം അദ്ദേഹമാണ് ഈ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു പ്രായം ചെന്ന ആളായിരുന്നുകൊണ്ട് ഇത്രയധികം വേഗത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. വിശുദ്ധൻ വളരെ ചുറുചുറുക്കോടെ എല്ലാ പണികളും വളരെ വേഗത്തിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അദ്ദേഹം ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒരു പരിധിവരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ശ്രദ്ധയില്ലായ്മ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. കാരണം മുഴുവനായിട്ടും അദ്ദേഹത്തിന് വളരെ ഭംഗിയോടെ അത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എങ്കിലും വിശുദ്ധൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം അത് വളരെ ഭംഗിയായി വളരെ വേഗത്തിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. ഇത് ആ പണിക്കാരനെ വളരെയധികം അസ്വസ്ഥനാക്കി. അതുകൊണ്ട് തന്നെ വിശുദ്ധനെതിരായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. ഈ വിശുദ്ധനെതിരായ കുറ്റം പറയാൻ ഉള്ള ഒരവസരം പോലും ഈ പണിക്കാരൻ പാഴാക്കിയിരുന്നില്ല.
ഒരു ദിവസം വിശുദ്ധൻ മാതാവിൻ്റെ വലിയ ഒരു സ്റ്റാച്ചു ക്ലീൻ ചെയ്യുകയായിരുന്നു. വളരെ സൂക്ഷ്മതയോടെ ആയിരുന്നു അദ്ദേഹം അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ സ്നേഹത്തോടും സൂക്ഷ്മതയോടും കൂടെ ക്ലീൻ ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു പക്ഷിക്കുഞ്ഞിനെ, ചെറിയ ഒരു കുഞ്ഞു പക്ഷിക്കുഞ്ഞിനെ കാണാനിടയായി. ആ പക്ഷിക്കുഞ്ഞിനെ അദ്ദേഹം ഓമനിക്കുകയും കയ്യിലെടുക്കുകയും ചെയ്തു. പതുക്കെ ആ സ്റ്റാച്ചുവിൽ നിന്ന് വിശുദ്ധൻ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഉരുളൻ കല്ല് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഈ സഹപണിക്കാരൻ വെച്ചു. ആ ഉരുളൻ കല്ലിൽ ചവിട്ടിയ ഈ വിശുദ്ധൻ മാതാവിൻ്റെ വീഴാതിരിക്കാൻ മാതാവിൻ്റെ സ്റ്റാച്ചുവിൽ വട്ടം കയറി പിടിക്കുകയും ആ സ്റ്റാച്ചുവിനോടുകൂടി, ആ വലിയ സ്റ്റാച്ചുവിനോടുകൂടി ഈ വിശുദ്ധൻ നിലംപതിക്കുകയും ചെയ്തു. മാതാവിൻ്റെ സ്റ്റാച്ചു തകർന്ന് തരിപ്പണമായി. കഴുത്തിൻ്റെ മുകളിൽ കഴുത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. കഴുത്തിൻ്റെ താഴേക്ക് തകർന്ന് തരിപ്പണമായി. ഇത് അറിഞ്ഞ മറ്റുള്ള വൈദികരും സെമിനാരിയുടെ ചുമതലയുള്ള വൈദികരും വളരെ അസ്വസ്ഥരാകുകയും വിശുദ്ധനെ പറഞ്ഞുവിടാൻ തീരുമാനിക്കുകയും ചെയ്തു. കാരണം അതിനു മുമ്പുള്ള വിശുദ്ധൻ്റെ പ്രവൃത്തികളെല്ലാം വളരെ അവർക്ക് അസ്വസ്ഥത ഉളവാക്കിയിരുന്നു. വിശുദ്ധനെ അവർ ഒന്നിനും കൊള്ളാത്ത ഒരാളായി തന്നെയാണ് പരിഗണിച്ചിരുന്നത്. കാരണം വിശുദ്ധൻ എന്ത് ചെയ്താലും അത് ഒന്നും ശരിയാകുമായിരുന്നില്ല. അദ്ദേഹത്തെ ചന്തയിൽ സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ പോലും അദ്ദേഹം സാധനങ്ങൾ മേടിച്ച് വെറും കൈയോടെ തിരിച്ചു വരേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കള്ളന്മാർ അദ്ദേഹത്തെ കൊള്ളയടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. മറ്റുള്ള വൈദികരാകട്ടെ സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ വളരെ ഉത്സാഹത്തോടെ പോവുകയും മേടിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഈ വിശുദ്ധൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ കാര്യങ്ങൾ ശരിയായി പോയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ കുറവ് എല്ലാ അവസരത്തിലും വളരെ പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറഞ്ഞുവിടാൻ തീരുമാനിച്ചു. ആ അവസരത്തിലാണ് വിശുദ്ധൻ്റെ അപ്പൻ്റെ മരണവാർത്ത അറിയുന്നത്. മരണവാർത്ത അറിഞ്ഞ ഈ സെമിനാരിയുടെ ചുമതലയുള്ള അച്ഛൻ വിശുദ്ധനെ വിളിപ്പിക്കുകയും വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും പോകാൻ നേരത്ത് അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുക്കുകയും ചെയ്തു. ഈ വിശുദ്ധനെ ഇനി അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. വിശുദ്ധൻ അപ്പൻ്റെ മരണവാർത്ത അറിഞ്ഞ് അവിടെ വരികയും അമ്മ കെട്ടിപ്പിടിച്ച് വിശുദ്ധൻ കരയുകയും ചെയ്തു. വിശുദ്ധൻ്റെ സങ്കടം കഴിഞ്ഞപ്പോൾ വിശുദ്ധൻ അമ്മയെ എഴുത്തു കാണിച്ചു. വളരെ ഉത്സാഹത്തോടും സ്നേഹത്തോടും കൂടിയാണ് ആ കത്ത് കാണിച്ചത് അമ്മേനെ. ഇത് അമ്മയുടെ സഹോദരൻ തന്ന കത്താണ് എന്ന് പറഞ്ഞാണ് വിശുദ്ധൻ ഈ കത്ത് കൊടുക്കുന്നത്. കത്തിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: ഒന്നിനും കഴിവില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഇവനെ ഈ സെമിനാരിയിൽ ഞങ്ങൾക്കിനി വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവനെ പറഞ്ഞു വിടുകയാണ്. ഇത് കണ്ട് വിശുദ്ധൻ്റെ അമ്മ അതീവ കോപാകുലയാകുകയും അതീവ ദുഃഖിതയാകുകയും ചെയ്തു. വിശുദ്ധനെ ഒരുപാട് തല്ലി അമ്മ, സങ്കടം തീരവതെ തല്ലി അമ്മ ഈ വിശുദ്ധൻ്റെ കൈ പിടിച്ച് സെമിനാരിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പ്രാർത്ഥനയുടെ സമയമായിരുന്നു. അമ്മ അതൊന്നും വകവയ്ക്കാതെ വിശുദ്ധനെയും പിടിച്ചുകൊണ്ട് പള്ളിയുടെ അങ്കണത്തിലേക്ക് പോവുകയും സ്വന്തം സഹോദരനായ വൈദികനോട് അമ്മ ഒരുപാട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. ഇവനെ ഞാനിവിടെ വിട്ടിട്ട് പോവുകയാണ്, നിങ്ങൾക്കിവനെ കൊല്ലാം, അല്ലെങ്കിൽ ഇവനെ എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞ് അമ്മ വളരെയധികം ദുഃഖത്തോടെയും സങ്കടത്തോടെയും വിശുദ്ധനെ അവിടെ ആക്കിയിട്ട് തിരിച്ചു പോന്നു. അവരാകെ വളരെയധികം ബുദ്ധിമുട്ടിലായി. വിശുദ്ധനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കുഴങ്ങി. ഈ വിശുദ്ധനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടുക എന്നതുതന്നെയായിരുന്നു സെമിനാരിയിലുള്ള വൈദികരുടെയും എല്ലാവരുടെയും ഒരേപോലെയുള്ള ഒരാവശ്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ജോലി കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അതായത് പന്നികളെ സംരക്ഷിക്കുന്ന ഒരു കൂട് വൃത്തിയാക്കാനായിരുന്നു ഈ വിശുദ്ധനെ അവർ കൊടുത്ത ജോലി. ഇവിടെയാണ് വിശുദ്ധൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം വരുന്നത്. ഈ സെമിനാരിയുടെ ചുമതലയുള്ള സുപ്പീരിയർ അച്ഛൻ വരുന്ന ഒരു ദിവസമായിരുന്നു അത്. വിശുദ്ധൻ വളരെയധികം വേഗത്തിൽ ചെയ്യാൻ തുടങ്ങി. പണികളെല്ലാം എങ്ങനെ വിശുദ്ധന് കൊടുത്ത ജോലി ചെയ്താലും ഒരിക്കലും അത് തീരുവാനില്ല എന്ന് ഉറപ്പായിരുന്നു ഈ വൈദികർക്ക്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധന് ഈ പണി കൊടുത്തത് അദ്ദേഹത്തെ ഈ സെമിനാരിൽ നിന്നും പുറത്താക്കുവാനായിരുന്നു. ഈ സുപ്പീരിയർ അച്ഛൻ ഈ വൈദികനെ സെമിനാരിൽ നിന്ന് പുറത്താക്കിയാൽ ആർക്കും അദ്ദേഹത്തെ തിരിച്ചെടുക്കാനോ ഒന്നും പറയാനോ സാധിക്കുമായിരുന്നില്ല എന്നവർക്കറിയായിരുന്നു. വിശുദ്ധൻ വളരെയധികം ഉത്സാഹത്തോടു കൂടിയും വേഗത്തോടു കൂടിയും വിശുദ്ധൻ അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എത്ര ചെയ്താലും അത് ഒരിക്കലും ക്ലീൻ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം വർഷങ്ങളായി അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആ പന്നിക്കൂടും പരിസരങ്ങളും അദ്ദേഹം വളരെ വേഗത്തിൽ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ പന്നിക്കൂടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ആട്ടിൻകൂടുകളും പശുവിൻ്റെ ഒരു തൊഴുത്തും. വൈദികൻ
വൈദികർ വളരെ അധികം പരിഹാസത്തോടു കൂടി അദ്ദേഹത്തെ ഓരോ മിനിറ്റിലും സമീപിച്ചു കൊണ്ടിരുന്നു. നിനക്കിത് ചെയ്യാൻ കഴിയില്ല, നിനക്ക് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നീ ഇത് സെമിനാരിയിൽ നിന്ന് പോകാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വിശുദ്ധൻ വളരെയധികം ഉത്സാഹത്തോടു കൂടി അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വിശുദ്ധൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷങ്ങളായിരുന്നു അത്. സുപ്പീരിയർ അച്ഛൻ വരികയും സുപ്പീരിയർ അച്ഛൻ വരുന്നപ്പോൾ വളരെ ആദരവോടുകൂടി മറ്റുള്ള സഹവൈദികരും ഈ സെമിനാരിയുടെ ചുമതലയുള്ള അച്ഛന്മാരെല്ലാം അദ്ദേഹത്തെ ആനയിക്കാൻ പോയി. ഈ സെമിനാരിയുടെ എല്ലാം ചുമതലയുള്ള ആ വൈദികൻ വരുമ്പോൾ കാണുന്ന കാഴ്ച ഒരു രസകരമായ കാഴ്ചയായിരുന്നു. അദ്ദേഹം നേരെ പോയത് ഈ പറയുന്ന സ്ഥലത്തേക്കാണ്, ഈ വിശുദ്ധനെ ക്ലീൻ ചെയ്യാൻ കൊടുത്തിരുന്ന ഈ സ്ഥലത്തേക്കാണ് അദ്ദേഹം പോരുന്നത്. അദ്ദേഹം വളരെ അസ്വസ്ഥനായി. അദ്ദേഹം പറഞ്ഞു, ഇത് ഒട്ടും വൃത്തിയില്ലല്ലോ, വൃത്തിഹീനമായാണല്ലോ കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒന്നിടങ്കം പറഞ്ഞു, ഒരു പുതിയ പണിക്കാരൻ വന്നിട്ടുണ്ട്, അവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അവൻ ഒന്നും അത്ര നന്നായിട്ട് ചെയ്യുന്ന ഒരാളല്ല എന്ന് അവൻ വിശുദ്ധനെക്കുറിച്ച് ഓരോരോ ചെറിയ ചെറിയ രീതിയിൽ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആ സെമിനാരുടെ ചുമതലയുള്ള ഈ സുപ്പീരിയർ അച്ഛൻ അത് മുഴുവനും ശ്രദ്ധിക്കാതെ തന്നെ അദ്ദേഹം ഈ കൂട്ടിലേക്ക് വന്നു. അപ്പോൾ കാണുന്ന കാഴ്ച, വൈക്കോലുകളുടെ ഉള്ളിൽ കാല് മാത്രം കാണുന്ന അവസ്ഥയിൽ വിശുദ്ധൻ കിടന്നുറങ്ങുന്നതാണ് ഈ സുപ്പീരിയർ അച്ഛൻ കാണുന്നത്. ഇത് കണ്ട് മറ്റുള്ള വൈദികർ പരിഹാസത്തോടെ ചിരിക്കുകയും അദ്ദേഹം അവരോട് പറഞ്ഞു, ഇവനെങ്ങനെയാണ്, ഇവനൊന്നിനെക്കുറിച്ചും ഒരു ചിന്തയില്ല, ബുദ്ധിക്ക് വൈഭവം കുറവാണ്. ഇത് സുപ്പീരിയർ അച്ഛൻ അതൊന്നും കാര്യമായി എടുത്തില്ല. വളരെ ദേഷ്യത്തോടു കൂടി അവനെ വിളിച്ചു, ജുസേപ്പേ, ജുസേപ്പേ, എഴുന്നേൽക്കൂ, ആരാ വന്നിരിക്കുന്നു നോക്കൂ. ജുസേപ്പേ പതുക്കെ വൈക്കോലുകൾ മാറ്റി പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താണ് പകല് കിടന്നിങ്ങനെ കൂർക്കം വലിച്ചിറങ്ങുന്നതായി ഈ സുപ്പീരിയർ അച്ഛൻ്റെ ചോദ്യം. അത് കേട്ട് ജുസേപ്പെ വളരെ ഉത്സാഹത്തോടും കൗതുകത്തോടും കൂടെ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, 2 ആട്ടിൻകുട്ടികളെ ആ വൈക്കോലിൽ നിന്നും എടുത്തുകൊണ്ട് വന്നു. ഇവരുടെ അമ്മ മരിച്ചതാണ്, 2 ദിവസമായി ഇവർ ഉറങ്ങിയിട്ട്, അതുകൊണ്ട് ഇവർക്ക് ഞാൻ ചൂട് കൊടുക്കുകയായിരുന്നു. ഇവർക്ക് 2 ദിവസമായി ചൂട് നൽകുന്നത് ഞാനാണ്. ഈ വൈക്കോലിൻ ചൂടിൻ്റെ ഉള്ളിൽ അവിടെ അമ്മയായിട്ട് ഞാൻ തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ അവരെ എൻ്റെ ശരീരത്തിലേക്ക് അടുപ്പിച്ച് എൻ്റെ ശരീരത്തിന് ചൂട് കൊടുത്ത് സ്വന്തം അമ്മ കുട്ടിക്ക് ചൂട് കൊടുക്കുന്ന പോലെ ഞാൻ അവർക്ക് ചൂട് കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സുപ്പീരിയർ അച്ഛൻ്റെ മനസ്സ് വളരെയധികം സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന, ഇങ്ങനെ കരുണയുള്ളവരുണ്ടോ? ഇങ്ങനെ കരുണയുള്ളവരെയാണ് ഈ സെമിനാരിക്ക് ആവശ്യം. അദ്ദേഹം വളരെയധികം സ്നേഹത്തോടെ പറഞ്ഞു, വിഷമിക്കേണ്ട, ഇത് കുറച്ച് വൃത്തിഹീനമായാണ് കിടക്കുന്നത്, താങ്കൾ ഒരാളെയല്ലേ ഉള്ളൂ, താങ്കൾക്ക് ഇത്രയുമൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മറ്റുള്ള വൈദികന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ കൂടി ചേർന്ന് ഇദ്ദേഹത്തെ സഹായിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഈ വിശുദ്ധനെ ആശ്വസിപ്പിക്കുകയും മറ്റു വൈദികർക്ക് വളരെ അമർഷമുണ്ടാവുകയും ചെയ്തു. അത് ആ വൈദികരുടെ കൂടി കടമയായി ഇനി അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. കാരണം ജുസപ്പെ കുപ്പർത്തിനെ സഹായിക്കാനാണ് ഈ സുപ്പീരിയർ അച്ഛൻ പറഞ്ഞത്. ഒരു രാജാവിൻ്റെ പ്രൗഢി തന്നെയായിരുന്നു ഈ സുപ്പീരിയർ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ ശക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വളരെ അസ്വസ്ഥരാകുകയും ഇവൾ മനസ്സില്ലാ മനസ്സോടെ സുപ്പീരിയർ അച്ഛനോട് അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഏറ്റവും ബുദ്ധിയുള്ള അവരുടെ വൈദികൻ, ഏറ്റവും സീനിയറായ വൈദികൻ സെമിനാരികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ്സിലേക്കാണ് ഈ സുപ്പീരിയർ അച്ഛനെ വിളിച്ചത്. അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. കാരണം ഇവർ പറയുന്ന ഒന്നും സെമിനാരിയിലെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഒരു തരത്തിലുമല്ല അവർ പറഞ്ഞിരുന്നത്. പറഞ്ഞു കേട്ട് തഴമ്പിച്ച വാക്കുകൾ. അതൊരിക്കലും അദ്ദേഹത്തിന് തൃപ്തിയായില്ല. എന്തുകൊണ്ടും അദ്ദേഹത്തിന് തൃപ്തിയായില്ല. ഏറ്റവും ബുദ്ധിയുള്ള അവിടുത്തെ വൈദികൻ വളരെ സമർത്ഥമായി ഇതിനെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അത് മനസ്സില്ലാ മനസ്സോടെ കേട്ടിരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അദ്ദേഹം അത് കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ വിശുദ്ധൻ്റെ സ്ഥലത്തു നിന്നും നല്ലൊരു സംഗീതം കേൾക്കുകയും ആ സുപ്പീരിയർക്കും വിശുദ്ധൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുകയും ചെയ്തു. വളരെ കൗതുകത്തോടു കൂടി സംസാരിച്ചു, വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ചു. ഞാൻ നിൻ്റെ മാതിരിയായിരുന്നെന്നും ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വന്നിരുന്നതെന്നും വിശുദ്ധൻ്റെ കഥയെല്ലാം മനസ്സിലാക്കിയ ഈ സുപ്പീരിയർ അച്ഛൻ വളരെ അനുകമ്പയും കരുണയും കാണിച്ച് ജുസപ്പെ കുപ്പർത്തിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരത്തിനിടയിൽ വിശുദ്ധനോട് സുപ്പീരിയർ അച്ഛൻ പറഞ്ഞു, എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന് ഉള്ള കാര്യം
ഏറ്റവും സമർത്ഥനായ ഈ വൈദികൻ സെമിനാരിയിലെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അത് എനിക്ക് തന്നെ പൂർണ്ണമായി തൃപ്തികരമായി തോന്നിയില്ല. പിന്നെ അവർക്ക് എങ്ങനെയാണ് അത് തൃപ്തികരമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്നെ വളരെ അസ്വസ്ഥനാകുന്നെന്നെ സങ്കടപ്പെടുത്തുന്നു. വിശുദ്ധൻ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണോ അച്ഛാ വലിയ കാര്യം? അദ്ദേഹം തണുവുകാലമായതുകൊണ്ട് തന്നെ ഒരു കമ്പിളി പുതപ്പ് ഈ വിശുദ്ധൻ ധരിച്ചിരുന്നു. ഈ വിശുദ്ധൻ കമ്പിളിപ്പുതപ്പ് 3 മടക്കി. നോക്കൂ, ഇതിനെന്താണ് പറയുന്നത്? സുപ്പീരിയർ പറഞ്ഞു, ഇതൊരു കമ്പിളിപ്പുതപ്പാണ്. ഇത് ഞാൻ 3 മടക്കിയിരിക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ തന്നെയാണ് തൃത്വവും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നു തന്നെ. സുപ്പീരിയർ അച്ഛന് വളരെയധികം സന്തോഷമായി. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കുഴപ്പിച്ചിരുന്ന ഒരു ചോദ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. എത്ര ലളിതമായാണ് ആ വിശുദ്ധൻ അവതരിപ്പിച്ചത്. ഒരു കമ്പിളിപ്പുതപ്പ് തുല്യമായി 3 മടക്കി അദ്ദേഹം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഏതു സൈഡിൽ നിന്ന് നോക്കിയാലും അത് കമ്പിളിപ്പുതപ്പ് തന്നെ, പക്ഷേ അതിലെ 3 ഭാഗങ്ങൾ. അതുപോലെയാണ് തൃത്വവും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രിയേക ദൈവം. സുപ്പീരിയർ അച്ഛൻ വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കഴിവ് മനസ്സിലാക്കിയായിരുന്നു. ദൈവം അവനെ കൊടുത്തിരിക്കുന്ന ആ കഴിവ് ആദ്യമായി തിരിച്ചറിഞ്ഞത് ഈ സുപ്പീരിയർ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ സുപ്പീരിയർ അച്ഛൻ പോവാൻ നേരത്ത് മറ്റുള്ള വൈദികരോട് പറഞ്ഞു, ജുസേപ്പെ കുപ്പർത്തീനോനെ ഒരു വൈദികനായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ ഒരു വൈദികനാക്കുവാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം എന്ന് ശക്തമായി അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് മറ്റുള്ള അച്ഛന്മാർ വളരെയധികം ദുഃഖിതരായി. കാരണം അവർക്കറിയായിരുന്നു ഈ വിശുദ്ധൻ്റെ ബുദ്ധിയില്ലായ്മയെക്കുറിച്ചും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു കടമയുണ്ടായിരുന്നു ഒരു വൈദികനാകാൻ. അദ്ദേഹം വളരെയധികം ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു, ജുസേപ്പെ കുപ്പർത്തീനെ ഒരു വൈദികനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവനു വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. ഇത്രയും പറഞ്ഞ് അദ്ദേഹം തിരിച്ച് യാത്രയായി. സെമിനാരിയിലെ എല്ലാ വൈദികരും വളരെയധികം ദുഃഖിതരായി. ജുസേപ്പെ കുപ്പർത്തീനുവിനെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു അസാധ്യമായ ഒരു കാര്യമായിരുന്നു. കാരണം വിശുദ്ധന് ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ തലയിൽ നിൽക്കുമായിരുന്നില്ല. എല്ലാം പെട്ടെന്ന് മറന്നുപോകുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ജുസേപ്പെ കുപ്പർത്തീനോ. ഈ വിശുദ്ധനും വളരെയധികം സങ്കടപ്പെട്ടു. കാരണം അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് നല്ല ഒരു അറിവായിരുന്നു. വിശുദ്ധൻ പഠനം ആരംഭിച്ചു. സെമിനാരിയിലെ ഏറ്റവും സമർത്ഥനായ അധ്യാപകനായ വൈദികൻ അദ്ദേഹത്തെ പഠിപ്പിക്കുവാൻ തുടങ്ങുകയും വിശുദ്ധൻ പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ എന്തെല്ലാം ശ്രമിച്ചിട്ടും വിശുദ്ധൻ്റെ തലയിൽ ഒന്നും തന്നെ കയറുമായിരുന്നില്ല. അദ്ദേഹം ഉറങ്ങിപ്പോകുമായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഉറങ്ങിപ്പോകുമായിരുന്നു ഈ വൈദികൻ പഠിപ്പിച്ചിരുന്നപ്പോൾ. ഇത് ഈ വൈദികനെ വളരെയധികം അസ്വസ്ഥനാക്കുകയും ശകാരങ്ങളും അദ്ദേഹത്തിൻ്റെ ക്ഷമ പല പ്രാവശ്യവും നഷ്ടപ്പെടുകയും ചെയ്തു. ആ സമർത്ഥനായ അധ്യാപകനായ ഈ വൈദികൻ പല പ്രാവശ്യവും തലയിൽ കൈവച്ചു പറഞ്ഞു, എനിക്ക് സാധിക്കില്ല, കാരണം നിനക്ക് ബുദ്ധിയില്ല, നീ കഴുതയാണ്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിശുദ്ധൻ ഓരോ പരീക്ഷയിലും വിജയിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം ഒരു വലിയ പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം പഠിക്കുകയും ആ ഭാഗം തന്നെയായിരിക്കും മിക്കവാറും ചോദ്യങ്ങളിൽ ചോദിച്ചിരുന്നത്. അത്ഭുതകരമായി വിശുദ്ധൻ ഓരോ പരീക്ഷയിലും മികച്ച രീതിയിൽ വിജയം കൊയ്തുകൊണ്ടിരുന്നു. അവസാനം ജുസേപ്പെ കുപ്പർത്തീനോ എന്ന ഈ മരമണ്ടനായ ഈ വൈദിക വിദ്യാർത്ഥി ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു അച്ഛനായി തീർന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. വൈദികനായ ജുസേപ്പെ കുപ്പർത്തീനോ സ്വന്തം അമ്മയെ കാണാനാണ് ആദ്യം പോയത്. അമ്മ വളരെയധികം വ്യസനിക്കുകയും പേടിക്കുകയും ചെയ്തു. വീണ്ടും ജുസേപ്പെ കുപ്പർത്തീനോ തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിട്ടതാണെന്നാണ് അമ്മ കരുതിയത്. അമ്മ അദ്ദേഹത്തെ ശകാരിക്കുകയും ചീത്ത പറയുകയും ചെയ്തു. ജുസേപ്പെ കുപ്പർത്തീനോ ശാന്തനായി പറഞ്ഞു, അമ്മേ, ഞാനിപ്പോൾ ഒരു വൈദികനാണ്. അമ്മ വളരെയധികം സന്തോഷിക്കുകയും വളരെ ആഹ്ലാദിക്കുകയും ചെയ്തു. തിരിച്ച് ഈ വീട്ടിൽ നിന്ന് പോയ ജുസേപ്പെ കുപ്പർത്തീനോ തിരിച്ചു ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു വൈദികനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മുറി കിട്ടുകയാണ് ഉണ്ടായിരുന്നത്. ആ മുറിയിൽ സാധനങ്ങൾ അടുക്കി വെച്ചപ്പോൾ അദ്ദേഹം പഴയ ആ മാതാവിൻ്റെ തല മാത്രം, അദ്ദേഹം പൊട്ടിച്ചു കളഞ്ഞ മാതാവിൻ്റെ ആ രൂപത്തിൻ്റെ തല മാത്രം ഉള്ള ആ രൂപം ഈ സഹപണിക്കാരൻ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടു. അദ്ദേഹം അത് തിരികെ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് കൊടുത്തില്ല.
അതുകൊണ്ട് ജുസപ്പെ കുപ്പർത്തീനോ അസ്വസ്ഥനാകുകയും ജുസപ്പെ കുപ്പർത്തീനോ താമസിച്ചിരുന്ന ആ മുറിയിലേക്കാണ് ഈ പണിക്കാരനെ അവർ പറഞ്ഞയച്ചത്. ജുസപ്പെ കുപ്പർത്തീനോ ആ മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ തലയുടെ ഭാഗം ഒരു മുകൾ ഭാഗത്ത് ഈ പണിക്കാരൻ്റെ തന്നെ മുറിയുടെ മുകൾ ഭാഗത്ത് വയ്ക്കുകയും അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. വളരെയധികം മരിയ ഭക്തി ഉള്ളവനായിരുന്നു ജുസപ്പെ കുപ്പർത്തീനോ. ഒരു ദിവസം ജുസപ്പെ കുപ്പർത്തീനോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാലാഖമാരുടെ അതിമനോഹരമായ സംഗീതം കേൾക്കുകയും ജുസപ്പെ കുപ്പർത്തീനോ അറിയാതെ മുകളിലേക്ക് ഉയരുകയും ചെയ്തു. ആദ്യമായി മുകളിലേക്ക് ഉയർന്ന നിമിഷങ്ങളായിരുന്നു അത്. ജുസപ്പെ കുപ്പർത്തീനോ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കെ അറിയാതെ മുകളിലേക്ക് ഉയർന്നു. ആ മാതാവിൻ്റെ സ്റ്റാച്ചു വെച്ചിരിക്കുന്ന ആ തലഭാഗം മാത്രമുള്ള സ്റ്റാച്ചുവിൻ്റെ ഒപ്പത്തിനൊപ്പം ഉള്ള പൊക്കത്തിലേക്ക് ഉയർന്നു. ഇത് കാണുവാനിടയായ ആ പണിക്കാരൻ വളരെ ഉച്ചത്തിൽ മറ്റുള്ള വൈദികരോട് പറഞ്ഞു, ജുസപ്പെ കുപ്പർത്തീനോ ഒരു വിശുദ്ധനായ വൈദികനാണ്. ജുസപ്പെ കുപ്പർത്തീനോ ഒരു വിശുദ്ധനായ വൈദികനാണ്. പക്ഷേ അദ്ദേഹത്തെ ഗൗനിക്കുവാൻ ആരും തയ്യാറായില്ല. അദ്ദേഹത്തെ ആ സെമിനാരിയിൽ നിന്ന് ആ പണിക്കാരനെ പുറത്താക്കിയാണ് ചെയ്തത്. കാരണം ജുസപ്പെ കുപ്പർത്തീനോ ഒരു പ്രത്യേകതയുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവം വളരെ കുറവായിരുന്നു. എങ്കിലും കരുണ, സഹജീവികളോടുള്ള പെരുമാറ്റം, കരുണ, അദ്ദേഹം ആരെയും ചതിക്കുകയോ കുറ്റം പറയുകയോ ആരെയും ഒന്നും ചെയ്യുമായിരുന്നില്ല. നിഷ്കളങ്കമായ മനസ്സായിരുന്നു ജുസപ്പെ കുപ്പർത്തീനോടായിരുന്നത്. ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അദ്ദേഹം മണ്ടനാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അദ്ദേഹം വളരെ ഉന്നതനായിരുന്നു. നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമയായ അദ്ദേഹം പാപം ചെയ്യുക പോലും ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന് അറിയുക പോലുമില്ലായിരുന്നു പാപം ചെയ്യുക എന്നതും ദുഷ്ടത്തരങ്ങൾ ചെയ്യുക എന്നതും. വളരെ വളരെ നിഷ്കളങ്കമായ മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ വിശുദ്ധമായ ഒരു ജീവിതമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട സമയമായപ്പോൾ അദ്ദേഹത്തെ പഠിപ്പിച്ച സഹ വൈദികനും കൂടെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഇദ്ദേഹം മറന്നുപോകും എന്നുള്ളത്. ദിവ്യബലിക്കിടെ വിശുദ്ധനായ ജുസപ്പെ കുപ്പർത്തീനോ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ക്രൂശിത രൂപം മുകളിൽ സ്ഥാപിച്ചിട്ടിരിക്കുന്നു. ക്രൂശിത രൂപത്തിൻ്റെ അടുത്തെത്തി ഈ വിശുദ്ധൻ പൊങ്ങി മുകളിലേക്ക് ഉയർന്നു. വിശുദ്ധ കുരിശിൻ്റെ മുന്നിലെത്തി വാഴ്ത്തി വിശുദ്ധൻ അതേപോലെ തന്നെ തിരിച്ചു വന്നപ്പോൾ സഹവൈദികരും കൂടെയുണ്ടായിരുന്ന കുറച്ചു ജനങ്ങളും അസ്വസ്ഥരാകുകയും അവർ പുറത്തേക്ക് ഓടുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധനായ ജുസപ്പെ കുപ്പർത്തീനോ പറക്കുന്ന ഒരു വിശുദ്ധനായി പരിഗണിച്ചു. പക്ഷേ ജുസപ്പനിയുടെ പരീക്ഷണങ്ങൾ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ മറ്റുള്ള സഹവൈദികരിൽ ഇത് അസ്വസ്ഥതയുണ്ടാക്കുകയും ഇത് പിശാചിൻ്റെ ഒരു പരീക്ഷണമാണോ എന്ന് സംശയിക്കുകയും വിശുദ്ധനിൽ പിശാച് ബാധയുണ്ടോ എന്നൊരു സംശയം ഉടലെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ചങ്ങലകളാൽ ബന്ധിച്ച് ഒരു വലിയ പാറക്കൂട്ടത്തിൻ്റെ അടിയിൽ അദ്ദേഹത്തിൻ്റെ ബന്ധസ്ഥനാക്കി പ്രാർത്ഥനകൾ ആരംഭിച്ചു. പിശാചിനെ ഒഴിപ്പിക്കുന്ന പ്രാർത്ഥനകൾ. വിശുദ്ധനെല്ലാം നിശബ്ദമായി എല്ലാം സഹിച്ച് എല്ലാം ക്ഷമിച്ച് അദ്ദേഹം എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥനകൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വിശുദ്ധനെ ഒരു ദിവസം പ്രായശ്ചിത്തമായി അവിടെ തന്നെ അവർ ഉപേക്ഷിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. അവർ നടക്കുന്നതിനിടയിൽ ചങ്ങലകൾ പൊട്ടുന്ന ഒരു വലിയൊരു ശബ്ദമാണ് കേട്ടത്. ആ വിശുദ്ധനെ ഒരു പാറയുടെ ഒരു ഗുഹയ്ക്കുള്ളിലായിരുന്നു ഈ പ്രാർത്ഥന നടന്നിരുന്നത്. ആ ഗുഹയുടെ ഒരു വാതിൽ രൂപാന്തരപ്പെടുകയും വളരെ ശക്തമായ പ്രകാശം അതിൽ നിന്ന് വരികയും ചെയ്തു. വിശുദ്ധൻ ആ പ്രകാശത്തിലേക്ക് മുകളിലേക്ക് ഉയർന്നു. ഈ സഹവൈദികരും എല്ലാവരും അത്ഭുതം കൊണ്ട് എല്ലാവരും നിലത്ത് സാഷ്ടാംഗം പ്രണമിച്ചു കിടന്നു. ദൈവശക്തി വെളിവാക്കുന്ന വലിയൊരു പ്രകാശം അവർ ദർശിക്കുകയും ആ പ്രകാശത്തിന് മുകളിലേക്ക് നമ്മുടെ വിശുദ്ധൻ പറന്ന് ഉയരുകയും ചെയ്തു. എല്ലാവരും സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തിനോട് മാപ്പിരക്കുകയും എല്ലാവരും കണ്ണീരോടെ വൈദികനോട് വിശുദ്ധനായ ജുസപ്പെ കുപ്പർത്തീനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ സ്വരം അവർ കേട്ടു. പിന്നീടുള്ള അവസരങ്ങളിൽ വിശുദ്ധനെ കാണാൻ ധാരാളം ആളുകൾ വരികയും അനേകം രോഗസൗഖ്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും മരമണ്ടനെന്ന് വിശേഷിപ്പിച്ചിരുന്ന പല കുട്ടികൾക്കും വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി അവിടെ വരുകയും വിശുദ്ധൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവരെല്ലാം വലിയ ബുദ്ധിയുള്ള പിള്ളേരായി രൂപാന്തരപ്പെടുകയും ചെയ്തു.
വിശുദ്ധന് സഞ്ചരിക്കാൻ പിന്നെ വാഹനത്തിൻ്റെയോ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. വിശുദ്ധൻ ഒരു പള്ളിയിൽ നിന്ന് അടുത്ത പള്ളിയിലേക്ക് പറന്നാണ് സഞ്ചരിച്ചുന്നത്. വിശുദ്ധന് ദൈവം കൊടുത്തിരുന്ന മാലാഖമാരെ പോലെ പറക്കാനുള്ള ചിറകുകളില്ലെങ്കിലും വിശുദ്ധൻ മുകളിലേക്ക് ഉയരുകയും അതേപോലെ തന്നെ സഞ്ചരിക്കുകയും സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനയാത്രികരുടെ മധ്യസ്ഥനായും വിശുദ്ധൻ അറിയപ്പെടുന്നു.